നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം BJP കൗൺസിലർ ആർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ ഇല്ലയോ എന്ന കേസിൽ ഇന്ന് 2 മണിക്കാണ് കോടതി വിധി വരിക. എന്തായാലും 2 മണിയോടെ അറിയാം എങ്ങനെയാണ് സുഗതന്റെ രാഷ്ട്രീയ ഭാവി എന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ നടത്താനാകും എന്നാണ് നിഗമനം. കാരണം കോടതി വിധി അത്തരത്തിലാകാനാണ് സാധ്യത. കോടതി അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോൾ സർക്കാർ നിലപാട് അറിയിച്ചത് തടസ്സമില്ല എന്നാണ്. സുഗതനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെന്നും അക്കാര്യം അംഗീകരിക്കണമെന്നും കോടതി എടുത്തു കാണിക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞ ജയിലിൽ നടപ്പിലാക്കുന്നതിനോടനുബന്ധിച്ച് സർക്കാർ നിലപാട് കോടതി ആരാഞ്ഞിരുന്നു. സെൻട്രൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താമെന്നാണോ കോടതി വ്യക്തമാക്കുക? ഇതടക്കമുള്ള കാര്യങ്ങളിൽ 2 മണിക്ക് ഉത്തരവ് വരുമ്പോൾ ഒരു വ്യക്തത വരികയുള്ളൂ. സംസ്ഥാന സർക്കാരിനായി DGP തന്നെയാണ് നേരിട്ട് കോടതിയിൽ ഹാജരായത്. DGPയുടെ വാദം ഇത്തരത്തിൽ കരുതൽ തടങ്കലിലുള്ള ഒരു വ്യക്തിക്ക് ഭരണഘടനയുടെ 22-ാം വകുപ്പ് അനുസരിച്ച് യാതൊരു അവകാശവും ഇല്ല എന്നാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായി നോക്കേണ്ടത്. ഒന്ന്, കരുതൽ തടങ്കലിലാക്കിയതിനുള്ള കാരണം വ്യക്തമായി ബോധിപ്പിക്കണം. 24 മണിക്കൂറിനകം അത് കോടതിയിൽ ഹാജരാക്കണം. ഇതിനപ്പുറത്തേക്ക് കരുതൽ തടങ്കലിൽ എടുക്കുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധ കേസുകളിൽ അറസ്റ്റിലാകുന്നവർക്ക് ഇത്തരം അവകാശങ്ങളില്ല. അതായത് സത്യപ്രതിജ്ഞ ചെയ്യുക, സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ജാമ്യം നൽകുക എന്ന അവകാശങ്ങളില്ല എന്ന് DGP കോടതിയിൽ വ്യക്തമാക്കി. പക്ഷേ കോടതി ചോദിച്ചത് ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനോട് വിയോജിപ്പുണ്ടോ എന്ന ചോദ്യത്തിൽ കോടതി ആ ഒരു വാദങ്ങളെ നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ജയിലിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനോട് വിയോജിപ്പില്ല എന്നായിരുന്നു മറുപടി. പിന്നാലെയാണ് കോടതി ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കാനാകുമോ എന്ന് പരിശോധിച്ചത്. സർക്കാരിനോട് ആ ചോദ്യം ചോദിച്ചു. സർക്കാർ അതിന് സൗകര്യമൊരുക്കാം എന്നൊരു മറുപടി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല കോടതി വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഇതൊരു അസാധാരണ സാഹചര്യം എന്നാണ്. കോടതിയെ എടുത്തു കാണിക്കുന്ന മറ്റൊരു പോയിന്റ്, ഇയാൾ കൗൺസിലർ ആകുന്നതിന് മുന്നെയാണ് കാപ്പ കേസ് വന്നതെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. ആ കാര്യം കോടതി ഓർമ്മിപ്പിച്ചു. എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഒരുക്കുമോ എന്നതടക്കമുള്ള നിർണായകമായ ഉത്തരവ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ എത്തും. എന്തായാലും ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം BJP അത് ഉറ്റുനോക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേവല ഭൂരിപക്ഷത്തിലാണ് അവർ BJP ഭരണം നടത്തുന്നത്. ഒരാൾ പോയാൽ അത് അവരുടെ ഭരണത്തെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഒരാളെ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇപ്പോൾ കോടതി വിധി അനുസരിച്ച് സത്യപ്രതിജ്ഞ 10 ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ അസാധുവാകാനുള്ള സാധ്യതയുണ്ട്. കൗൺസിലർ സ്ഥാനം പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ BJPയുടെ ഭരണത്തെ അത് വലിയ രീതിയിൽ ബാധിക്കും. ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കോടതിയിൽ നിന്ന് ആശ്വാസകരമായൊരു നീക്കം, അതായത് തിരുവനന്തപുരം BJP കൗൺസിലർമാർക്ക് അല്ലെങ്കിൽ BJP നഗരസഭയ്ക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമായി കോടതിയുടെ ഒരു നീക്കം ഉണ്ടാകുന്നത്. കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ദൈവങ്ങളുടെ പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചത്. ഇതോടെ BJPയുടെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ടു. ഈ അംഗങ്ങൾ എല്ലാവരും വരും ദിവസങ്ങളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. അതനുസരിച്ച് 19ഓളം കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. പക്ഷേ കാപ്പ കേസിൽ പ്രതിയാക്കപ്പെട്ട് ഇത്തരത്തിൽ ജയിലിലായിരിക്കുന്ന സുഗതന് ഇതുവരെയും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നത് സുഗതൻ. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി 2 മണിയോടെ വരാൻ പോകുന്നത്. സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട കൗൺസിലർമാർക്ക് 4 ആഴ്ചത്തെ സമയം കോടതി അനുവദിച്ചിരുന്നു. പക്ഷേ കോടതി വിധി വന്ന ആ ദിവസം തന്നെ എല്ലാ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ, അതായത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഈ സമയപരിധിക്കുള്ളിൽ കൗൺസിലർമാർ നിയമപ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. CPM കൗൺസിലറായ SP ദീപക് സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഭരണഘടനാ ചട്ടങ്ങൾ ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കണമെന്നായിരുന്നു ഹർജിക്കാരനായ SP ദീപകിന്റെ പ്രധാന ആവശ്യം. എന്നാൽ അംഗങ്ങളെ അയോഗ്യരാക്കാൻ തയ്യാറാകാതിരുന്ന ഹൈക്കോടതി നിലവിലെ സത്യപ്രതിജ്ഞ അസാധുവാക്കുകയും നിശ്ചിത സമയത്തിനകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ അംഗങ്ങളോട് ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. അതേസമയം കാപ്പ തടവുകാരനായിട്ടാണ് ഇപ്പോൾ സുഗതൻ ജയിലിലായിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് സംസ്ഥാന സർക്കാർ സമ്മതം അറിയിച്ചിരിക്കുന്നു. കാപ്പ തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്ന ആവശ്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞയുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ തടസ്സമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കാപ്പ തടവിൽ നിന്ന് താൽക്കാലികമായി മോചിപ്പിക്കണമെന്നായിരുന്നു സുഗതന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ നിർണായകമായ ഒരു നിലപാടുകൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ആർ സുഗതന് മറ്റ് 2 കേസിലും ജാമ്യം നെടുമങ്ങാട് കോടതി അനുവദിച്ചതാണ്. പക്ഷേ ഈ കാപ്പ കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചത്.
ഇതിനായി ഹൈക്കോടതിയെ അപേക്ഷ സമർപ്പിക്കുകയും കോടതി നിർണായകമായ ചോദ്യം സർക്കാരിനോട് ഉന്നയിക്കുകയുമായിരുന്നു. അതേസമയം സുഗതന്റെ 6 മാസത്തെ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതി കഴിഞ്ഞ ദിവസം ശരിവച്ചിരുന്നു. സുഗതനെ തടങ്കലിൽ വയ്ക്കാൻ തക്കതായ കാരണമുണ്ടെന്നാണ് ഉപദേശക സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ഇതിന് പ്രകാരം സുഗതന്റെ തടങ്കൽ തുടരുമെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയതുമാണ്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിയില്ലെങ്കിൽ അറസ്റ്റിലായ ജൂൺ 10 മുതൽ 6 മാസം സുഗതൻ ജയിലിലാണ് തുടരും. കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് നിലവിൽ സുഗതൻ ആയിരിക്കുന്നത്. അതേസമയം ഈ കാപ്പ കേസിൽപ്പെട്ട പ്രതിയായതുകൊണ്ട് തന്നെ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് LDF രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു ആവശ്യമാണ് LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സുഗതൻ അയോഗ്യനാണ്, രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ കോർപ്പറേഷനിൽ അരങ്ങേറിയ കയ്യാങ്കളിയൊക്കെ നമ്മൾ കണ്ടതാണ്. LDF UDF ഒക്കെ ഇതേ ആവശ്യം ഉന്നയിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉളവാക്കിയതാണ്. എന്തായാലും അവർക്ക് വലിയ തിരിച്ചടിയായി ഹൈക്കോടതി ഈ ഒരു നീക്കം നടത്തുന്നത് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ച് വന്നവർക്കും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നിരവധി ആൾക്കാർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഈ നിലയിലുള്ള ഒരു ഗുണ്ടാത്തലവനും കാപ്പ കേസിലെ പ്രതിയും കോർപ്പറേഷൻ കൗൺസിലറായി ഇരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വാഴോട്ടുള്ള ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഒരു കാരണവശാലും ഈ ഗുണ്ടാത്തലവനെ പങ്കെടുപ്പിച്ചുകൊണ്ടും കാപ്പ കേസിലെ പ്രതിയെ പങ്കെടുപ്പിച്ചുകൊണ്ടും കൗൺസിൽ യോഗം കൂടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം മേയർ എടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞാനിവിടെ അഭ്യർത്ഥിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അധികാരമേറ്റെടുത്തപ്പോൾ പാരീസ് ആക്കുമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളെ വെല്ലുവിളിക്കുന്ന നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ. മൂക്ക് പൊട്ടി നഗരത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് ഇന്നിപ്പോ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഇവിടെ നടന്നിട്ടില്ല. കുടിവെള്ളം കിട്ടുന്നില്ല. ഒരു മഴ പെയ്താൽ തമ്മാനൂരും കിഴക്കേക്കോട്ടയും വെള്ളത്തിനടിയിലാവുകയാണ്. അങ്ങനെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളും ഈ ചെറിയ കാലയളവിൽ നശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംസ്ഥാനത്തെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ള അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അടക്കമുള്ള ഓഫീസുകൾ നിങ്ങൾ പോലീസ് പരിശോധിക്കണം. ഞങ്ങൾ ന്യായമായി സംശയിക്കുകയാണ്, ഈ സുഗതന്റെയൊക്കെ നേതൃത്വത്തിൽ മാരകായുധങ്ങൾ കോർപ്പറേഷൻ ഓഫീസിൽ ഒളിച്ചു വച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾ ന്യായമായി തന്നെ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പരിശോധിക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നടക്കുന്ന റീൽസ് ഭരണമാണ്. രാവിലെ മേയറും ഡെപ്യൂട്ടി മേയറും കൂടെ വരും, ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ചെല്ലും, ഒരു ഫോട്ടോ എടുക്കും, അത് റീൽസായി പ്രസിദ്ധീകരിക്കുന്ന ഭരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാനും ചെറിയ വോട്ടുകൾക്കാണ് ഭരണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാത്ത മുഴുവൻ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ സമരപോരാട്ടങ്ങൾ നിങ്ങൾ നടത്തുമെന്ന് മുൻനിരക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും MLAയുമായിട്ടുള്ള ബാലഗോപാലിനെ ക്ഷണിക്കുകയാണ്. സഹാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാർ, കേരളത്തിലാകെ ചർച്ചയായിട്ടുള്ള ഒരു വലിയ വിഷയമാണ് കാപ്പ കേസിൽ പ്രതിയായ ഒരു കൗൺസിലർ വീണ്ടും എല്ലാ സംരക്ഷണത്തോടും കൂടി തുടരാൻ, കോടതിക്കകത്താണ് ജയിലിനകത്താണെങ്കിലും എല്ലാ സംരക്ഷണത്തോടും കൂടി തുടരാൻ ശ്രമിക്കുന്ന വാർത്ത. ഇവിടെ നേരത്തെ മാങ്കോട്ട് രാധാകൃഷ്ണനും സതീശൻകുട്ടിയും പറഞ്ഞതുപോലെ ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിലറായി നിന്ന അനുഭവമില്ല. കേസുകളൊക്കെ ധാരാളം ഉണ്ടാവും, രാഷ്ട്രീയ കേസ്. ഇവിടുത്തെ കേസുകൾ രാഷ്ട്രീയ കേസല്ല ഈ സുഗതന്റെ പേരിലെന്നുള്ളതാണ്. BJP പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയ കേസുകളാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. റിയൽ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും അടക്കമുള്ള പല കേസും, കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകൾ വന്നതാണ്. ആ വാർത്തകൾ വന്ന് അങ്ങനെയുള്ള കേസിനകത്തെ പ്രതിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ BJP നേതൃത്വം തയ്യാറാവുന്നത് BJPയുടെ രാഷ്ട്രീയ
ലൈൻ അതാണ് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തെ ഉത്തരേന്ത്യയെ പോലെ ആക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉത്തരേന്ത്യയിലെ അവരുടെ എംപിമാരും മന്ത്രിമാരും എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നാട്ടിലെ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടും അവിടെ വലിയ ക്രിമിനൽ കേസിൽ പ്രതിയായ ആളുകളെ, ബലാത്സംഗ കേസ്, സ്ത്രീപീഡന കേസ്, അതിനെപ്പറ്റി പരാതി കൊടുത്ത ആളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, ഇതെല്ലാം ഉണ്ടായ ആളുകൾ മന്ത്രിമാരായി തുടർന്നതും എംപിമാരായി തുടർന്നതും നമ്മൾ വായിച്ചതാണ്. ബോക്സിംഗ് താരങ്ങള് പ്രതിഷേധിച്ച കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. അവരെ പീഡിപ്പിക്കാൻ എല്ലാ തരത്തിലും ശ്രമിച്ച ആളുകളെ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ വെച്ചത് നമ്മൾ വായിച്ചതാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ വഴി ഭീഷണിപ്പെടുത്തി ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയത്തെ തങ്ങളുടെ അനുകൂലമാക്കി മാറ്റുന്ന ആ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ ഇവർ ശ്രമിക്കുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ ശക്തമായി കേരളത്തിലെ ജനങ്ങൾ പറയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ ഓരോന്നും ഞാൻ എടുത്തു പറയുന്നത്. പല മാധ്യമങ്ങളും എടുത്തു പറയുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ പൊങ്കാല പോലെയുള്ള ഒരു വളരെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല പോലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ആചാരം. അത് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം ഈ നഗരം അങ്ങനൊരു സംഭവം നടന്നതിന്റെ അതിന്റെ ഇഷ്ടികയും ചാരവും കിടക്കും അടുപ്പും ഒന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ശുചീകരിക്കുന്ന ഒരു അനുഭവം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ ഇപ്പോ പൊങ്കാല കഴിഞ്ഞപ്പോഴും ഇതേ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടു. എത്രയോ വർഷമായി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തിരുവനന്തപുരത്ത് ബന്ധുവിളറാണ്. തിരുവനന്തപുരത്ത് ഇങ്ങനെ വെള്ളം കയറി എത്ര കാലത്തിന് ശേഷമാണ് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം വെള്ളത്തിനോട് ഒഴുകി നടക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം വെള്ളം ഒഴുകി പോകുന്നതിന്